ഞാൻ ജോർജ് മത്തായി, എറണാകുളം ജില്ലയിലെ എടക്കാട്ടൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. ഞാൻ ഇവിടെ ഒരു 7 കൊല്ലത്തോളം അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു, MBA കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരു കരിയർ ഗ്രോത്ത് എനിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഓർത്തപ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പോണതിന് മുമ്പായിട്ട് അമ്മ പറഞ്ഞു, കൃപാസനത്തെക്കുറിച്ച് പറയുകയും ഇവിടുന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ സെപ്റ്റംബർ 5 ഉടമ്പടി എടുത്ത് സെപ്റ്റംബർ 26 ആയപ്പോഴേക്കും ഞാൻ പുറത്തേക്ക് UAE പോയി, ദുബായിൽ പോയ ടൈമിലും അവിടെ നിന്നും ഞാൻ അവിടുത്തെ പള്ളിയിൽ പോകുമായിരുന്നു. ജപമാലയും കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആഴ്ചയിൽ വന്ന് 3 ദിവസം കഴിയുമ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. ഞാൻ അമ്മയുടെ തൈലം നെറ്റി പുരട്ടി കാശുരൂപം വെച്ചുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അങ്ങനെ പോയി 2ാമത്തെ ഇൻ്റർവ്യൂവിന് ഞാൻ സെലക്റ്റായി. എനിക്ക് ജോലി കിട്ടിയ ശേഷം അപ്പോഴും അവർ പറഞ്ഞു, നമുക്ക് 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും വിസ അടിക്കണേന്ന് പറഞ്ഞു. അതിനിടയിൽ എൻ്റെ ചേട്ടൻ്റെ കല്യാണം ഫിക്സായി. അപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞു, ഇനി ഒരു കൊല്ലം കഴിയാതെ ലീവൊന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ ഇനി എൻ്റെ ചേട്ടൻ്റെ കല്യാണം കൂടാനൊന്നും പറ്റാൻ ചാൻസ് ഇല്ല. ഞാൻ ഓർത്ത് ഇനി അങ്ങനെയാണ് വിധിയെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, മാതാവിനോട് ജപമാലയും കുർബാന സ്വീകരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോഴേക്കും കമ്പനിക്കൊരു ലീഗൽ ഇഷ്യൂ വന്നു, അതിന് നാഷണാലിറ്റി ഇഷ്യൂ വന്നു. നാഷണാലിറ്റി ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയിൽ ഫുൾ ഏഷ്യൻസ് ആയിരുന്നു കൂടുതൽ. ഏഷ്യൻസ് അല്ലാതെ ഏഷ്യൻസിൽ ഒരാളെ റിക്രൂട്ട്മെൻറ്റ് നടത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് വിസ അടിക്കാൻ കമ്പനിക്ക് അനുവാദം കിട്ടുള്ളൂ. അങ്ങനെ വന്നപ്പോൾ കമ്പനി പറഞ്ഞു, നീ ഇപ്പോൾ 1 മാസം നാട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു എന്നോട്. അങ്ങനെ പറഞ്ഞപ്പോൾ അത് സങ്കടമൊക്കെ വന്നു. അങ്ങനെ എന്നാലും ഞാൻ ഡിസംബർ 24 നാട്ടിലേക്ക് തിരിച്ചു വന്നു. കിട്ടിയ ജോലി പോലും ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു. എന്നിരുന്നാലും എൻ്റെ ചേട്ടൻ്റെ കല്യാണം കൂടാൻ പറ്റിയില്ല എന്ന സന്തോഷത്തോടെ വന്ന് ചേട്ടൻ്റെ കല്യാണവും എൻഗേജ്മെൻറ്റ് കല്യാണം കൂടി. വന്ന് 3 ആഴ്ച കഴിഞ്ഞ്, എന്ന് വെച്ചാൽ ഡിസംബർ 24 വന്ന ശേഷം 3 ആഴ്ച കഴിഞ്ഞ് കറക്റ്റായിട്ട് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് 1 ആഴ്ച ശേഷം കമ്പനി എന്നെ വിളിച്ചിട്ട് വിസ പ്രൊസീജിയർ സ്റ്റാർട്ടായെന്ന് പറഞ്ഞു. അവർ എല്ലാ മെഡിക്കലിലൊക്കെ എടുത്തു കഴിഞ്ഞ് ഈ മാസം 23 ഞാൻ കയറി പോവുകയാണ്. 24 ഞാൻ അവിടെ ജോയിൻ ചെയ്യും. എല്ലാം മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ പുനഃവിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്നെ മാറ്റം വന്നെന്ന് ചോദിച്ചാൽ, ഉടമ്പടി എടുത്ത ശേഷം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ വർത്തമാനം പറയുമ്പോഴൊക്കെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുമായിരുന്നു. മുതിർന്നവരോട് തർക്കത്തൊക്കെ പറയുന്ന ശീലം എനിക്കുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത ശേഷം അതൊക്കെ ഞാൻ ഒഴിവാക്കി. പിന്നെ കൃപാസന പത്രമൊക്കെ ഞാനായിട്ട് കൊടുക്കും. എല്ലാം ഈശോയുടെയും എൻ്റെ മാതാവിൻ്റെയും മാത്രം അനുഗ്രഹമാണ് വിശ്വസിക്കുന്നു. താങ്ക് യു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 33:26 വീണ്ടും ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഓരോ മക്കൾക്കും അവർക്ക് അനുഭവപ്പെടുന്നത് അത് ജോലിയുടെ കാര്യത്തിലാകാം, എന്തെങ്കിലുമൊക്കെ രോഗത്തിൽ നിന്നുള്ള സൗഖ്യമായിട്ട് വരും, സാമ്പത്തിക മേഖലയിലെ ഉയർച്ചയാകാം. ഇന്ന് ജോർജി മത്തായി എന്ന ഈ മകന് തനിക്ക് ഇവിടെ ഒരു ജോലി ഉണ്ടായിരുന്നു, എന്നാൽ അത് വേണ്ട എന്ന് വെച്ചിട്ട് വിദേശത്തേക്ക് പോകുവാൻ, UAE പോകുവാനായിട്ട് താൻ താല്പര്യപ്പെടുന്നതും പിന്നീട് അതിൻ്റെ പ്രോസസ്സിങ്, എന്നാൽ വിസയൊക്കെ വന്നു കഴിഞ്ഞ് തൻ്റെ ജോലി അവിടെ ചെന്നു, പിന്നീട് ജോലിയില്ലാതെ തിരിച്ചു പോരേണ്ടി വരുന്നു. അതായത് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല, അത് കമ്പനിയുടെ തന്നെ ഒരു ഇഷ്യൂ മൂലം. എന്നാൽ പിന്നീട് അതൊക്കെ തനിക്ക് തൻ്റെ ആഗ്രഹം തൻ്റെ കുടുംബത്തിൻ്റെ കൂടെ തൻ്റെ സഹോദരൻ്റെ വിവാഹത്തിൻ്റെ സമയത്തൊക്കെ ഉണ്ടാകണമെന്നുള്ള ആ ഒരു ആഗ്രഹം, അത് അമ്മ വളരെ കരുതലുള്ള അമ്മയാണ്. അമ്മ അതൊക്കെ വളരെ നല്ല രീതിയിൽ എങ്ങനെ ഈ മകന് ജോലി കിട്ടാത്ത ഒരു സാഹചര്യം നമുക്ക് പ്രകടമായി തോന്നുമ്പോഴും പിന്നീടാണ് അത് തനിക്കും മനസ്സിലാകുന്നത് എന്ന് ഈ മകൻ പറയുകയുണ്ടായി. അങ്ങനെ ആ കുറച്ച് നാൾ അമ്മ കരുതലോടെ സംരക്ഷിക്കുന്നു. പിന്നീട് തൻ്റെ ജോലിയുടെ ഓഫർ വരുന്നതും അങ്ങനെ ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ തനിക്ക് കുറച്ച് ദുശീലങ്ങൾ, അതായത്
താൻ നല്ലതല്ലാത്ത വാക്കുകളൊക്കെ താൻ ഉപയോഗിക്കുമായിരുന്നു തൻ്റെ സംസാരത്തിൽ. അതിന് യൂസ്ഡ് ആയിരുന്നു. എന്നാൽ അതൊക്കെ തനിക്ക് ബോധ്യം വന്നു. താൻ അതൊക്കെ മാറ്റി കൃപാസനത്തിൽ ഉടമ്പടിയിലെ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് താൻ മുമ്പോട്ട് പോയപ്പോൾ തനിക്ക് കിട്ടിയ ഒരു വലിയ ഗിഫ്റ്റായിട്ട് തന്നെ ഈ ജോലിയെ ഈ മകൻ കാണുകയാണ്. അങ്ങനെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്ന ദൈവത്തിൻ്റെ കൃപയുടെ മറ്റൊരു അനുഭവം നമുക്ക് കേൾക്കുവാനിടയായി. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.